മനോഹരമായ ഒരു സാക്ഷ്യം കേൾക്കാം. ഞാൻ ആദ്യം നടത്തിയ ദൈവശബ്ദ കൺവെൻഷൻ, അത് ശക്തി നമ്പുരാൻ ആണ് നടന്നത്. ആ കൺവെൻഷനിൽ അന്ന് 10,000 പങ്കെടുത്ത വലിയ കൺവെൻഷനായിരുന്നു. ആ കൺവെൻഷനിൽ പങ്കെടുത്ത തളർന്ന ഒരു മകൾ, ആ മകളെ അന്ന് വീൽ ചെയറിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ചു വിട്ടു. വീൽ ചെയറിൽ അന്നുണ്ടായിരുന്ന ദൃശ്യം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. അതെ, ആ മകളാണ്, ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മകള്. നടുവിനും കാലിനൊക്കെ ബലം നഷ്ടപ്പെട്ടു. അത്ഭുതകരമായിട്ട് കർത്താവ് സൗഖ്യം കൊടുത്ത ആ മകളെ യേശു ആ കൺവെൻഷനിൽ സൗഖ്യമാക്കി. ആ മകള്, ഭർത്താവ്, കുഞ്ഞുങ്ങൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ട്. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. ഇതാണ് കൊച്ചുമോൻ. അന്ന് തളർന്നതിന് ശേഷം എണീറ്റതിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് ഇവന്. അത് ഏത് വർഷമായിരുന്നു നമ്മുടെ കൺവെൻഷൻ? 2015 നമ്മുടെ കൺവെൻഷൻ. ഒരു ശക്തമായ സാക്ഷ്യമാണ്. ഗ്രിഗറി, ഫെയ്സ, മൂത്തമോൻ്റെ പേര് എമ്മാനുവൽ, അൻസ മേരി, ഇവൻ്റെ പേര് ജോസഫ്. ഉണ്ടോ? കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. സാക്ഷ്യം പറയും, നമുക്ക് കേൾക്കാം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഫെയ്സ, കുന്നംകുളത്തു നിന്നാണ് വരുന്നത്. 2015 നവംബർ മാസത്തിലെ ദൈവശബ്ദം കൺവെൻഷനാണ് ഞങ്ങൾ പങ്കെടുത്തത്. ആ സമയത്ത് വീൽ ചെയറിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. വീൽ ചെയറിലും വോക്കറും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾ പിടിച്ചെങ്കിൽ മാത്രമേ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചിരുന്നുള്ളൂ. മോൾക്കൊക്കെ 2 വയസ്സ് വരെ മാത്രമേ എനിക്ക് നേരെ നടക്കാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം കാല് വയ്യാത്ത ആൾക്കാരുടെ പോലെ, മുടന്തുള്ള വ്യക്തികളുടെ പോലെയായിരുന്നു ഞാൻ നടന്നിരുന്നത്. ഹിപ്പ് മാറ്റി വെക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. 3 ഡോക്ടേഴ്സിനെ കാണിച്ചു. 3 പേരും ഹിപ്പ് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. നമുക്കത് തീരെ ചെറിയ മക്കളായിരുന്ന സമയത്ത് ആയതുകൊണ്ട് അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഒരു ചേട്ടൻ വഴിയാണ് നമ്മൾ അറിയുന്നത് സാബു ബ്രദറിനെ പറ്റി. അന്ന് വരെയും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം പത്രത്തിൽ വായിച്ചിട്ടാണ് ഇവനെ ദൈവശബ്ദം കൺവെൻഷന് ബ്രദർ വരുന്നു എന്നറിയുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ എന്നെ വലിയ പാടായിരുന്നു. ചെയറിലിരുത്തി കാറിലോട്ട് കയറ്റുന്നവരെ സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയറിലിരുത്തിയിട്ടാണ് ഇവർ ഹസ്ബൻഡും ഡാഡിയും കൂടെ എന്നെ കയറ്റിയത്. ഇവിടെ വന്നപ്പം നടക്കാൻ പറ്റില്ല. ഇതിലും കൂടുതൽ ആൾക്കാരായിരുന്നു അന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരായിരുന്നു. അപ്പം ഇവിടെയുള്ള ചേട്ടന്മാരാണ് എന്നെ രോഗികളുടെ സെഷനിൽ കൊണ്ടുപോയി ഇരുത്തിയത്. വൈകുന്നേരം 2ാമത്തെ സെഷനിൽ ബ്രദർ വന്നു. ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ തലയിലും കൈവച്ചു. എന്നോട് ചോദിച്ചു, വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞേക്കുന്നത് എഴുന്നേറ്റ് നിൽക്കരുത്, എല്ല് പൊടിഞ്ഞു പോവും, നിങ്ങളുടെ എല്ലെല്ലാം വളഞ്ഞു പോകും, പഞ്ചയൊന്നും അതിനകത്തില്ല. അന്ന് എഴുന്നേറ്റ് ഞാൻ നടന്നു. വിശുദ്ധ കുർബാനയുടെ ഇടയിലാണ് ഞാൻ എഴുന്നേറ്റ് ആദ്യമായിട്ട്, ആരും പിടിക്കാതെ. ഇത് എഴുന്നേറ്റെങ്കിലും അത് പിടിച്ചിട്ട് എഴുന്നേറ്റ്. വിശുദ്ധ കുർബാന നടക്കുമ്പം ആരും പിടിക്കാതെ തന്നെ എഴുന്നേറ്റ് നിന്നു, നടന്നു. ഞാൻ ഇവിടുന്ന് നടന്നു പോയത് വോക്കറില്ല, വീൽ ചെയറില്ല, മരുന്നില്ല. ഇന്ന് 9 വർഷം കഴിഞ്ഞു. 10ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാ പണികളും എല്ലാം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇവൻ അത് കഴിഞ്ഞുണ്ടായ മോനാണ് ജോസഫ്. അന്ന് ഡോക്ടറിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. വെയിറ്റ് വയ്ക്കും തോറും നിനക്ക് ബുദ്ധിമുട്ട് വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. മിടുമിടുക്കനായിട്ടൊരു മോനും കിട്ടി. ദൈവത്തിന് നന്ദി. നോക്കൂ, കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തിയായത്. അന്ന് വീൽ ചെയറിൽ വന്ന ഈ മകൾ ഞാൻ ഓർക്കുന്നു. ആദ്യം പ്രാർത്ഥിച്ചു, പിന്നെ ഗ്രിഗറിയും കൂടെ പിടിച്ച് പതുക്കെ അന്ന് നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുർബാനയുടെ സമയത്ത് തന്നെ എണീറ്റു. ഉണ്ടോ? അത്ഭുതകരമായിട്ട് വലിയ ഒരു സൗഖ്യത്തിലേക്ക്. അത് കഴിഞ്ഞ് കോട്ടയത്ത് വന്ന് ഞങ്ങൾ ധ്യാനം കൂടി. അങ്ങനെ പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ആർക്കും നിഷേധിക്കാനാവാത്ത ഒരത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണിത്. ഈ കുഞ്ഞിനെ അത് കഴിഞ്ഞ് കൊടുത്തു. ഡോക്ടേഴ്സ് വന്ന് പിന്നെ അല്ലേ കാര്യങ്ങളൊന്നും പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അടുത്ത കുഞ്ഞിനെ കൊടുത്ത് ജോസഫ് മിടുക്കൻ ഇത് നിൽക്കുന്നു. ഹല്ലേലൂയ. ഉള്ള കർത്താവിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് സൗഖ്യം നൽകും. അവൻ്റെ തിരുമുറിവിൽ സൗഖ്യം അവൻ വെച്ചിട്ടുണ്ട്. ആര് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവോ സൗഖ്യമാക്കും. പത്രത്തിൽ വായിച്ചറിഞ്ഞല്ലേ, അങ്ങനെ വിശ്വാസത്തോടെയാണ് അന്ന് ഇവർ ധ്യാനത്തിനായിട്ട് വന്നത്. ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത് തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ആളുകൾക്ക് മടിയാണ്. കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഒക്കെ അങ്ങനെ ഒരു കാലഘട്ടമാണ്. ആൾക്കാർക്ക് സൗഖ്യം വേണം, അനുഗ്രഹം വേണം. പക്ഷെ ഇതെന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി പറയാൻ പലരുമില്ല. ഒരിക്കൽ
യേശുവിൻ്റെ അടുക്കൽ വന്ന 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഒരാൾ മാത്രം തിരിച്ചു വന്നു. അവൻ വിജാതീയനായിരുന്നു, അല്ലേ? വിജാതീയൻ തിരിച്ച് യേശുവിൻ്റെ അടുക്കൽ നന്ദി പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവനാണ് ആത്മരക്ഷ പ്രാപിച്ചത്. ബാക്കിയുള്ള 9 പേരും സൗഖ്യം കൊണ്ടുപോയി. ഒരാൾ യേശുവിനെയും സ്വന്തമാക്കി. ഹല്ലേലൂയ. യേശുവിനെ സ്വന്തമാക്കിയ ഒരു കുടുംബമാണിത്. ഹല്ലേലൂയ. ആ ദേശത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബം. കൈയടിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഞങ്ങളെല്ലാവരും കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. യേശുവേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഗിരിഗിരിയും ഈ കുടുംബത്തെയും പ്രിയപ്പെട്ട മകളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. വലിയ കൃപ നിറയ്ക്കണമേ. ഈ മകൾക്ക് നൽകിയ അത്ഭുത രോഗശാന്തി ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, 9 വർഷങ്ങൾ പിന്നിട്ടു. അങ്ങേക്കാണ് മഹത്വം. വലിയ കൃപ നിറയട്ടെ. എന്നും കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കട്ടെ. കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Oh Jesus, you are my Lord. Oh Jesus.